everyone, welcome back to Just Touching. ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് കോളേജ് ആണ്, സെക്കൻഡ് ഇയർ ആണ്. ഞാൻ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പോഴത്തേക്ക് രണ്ട് പെണ്ണുങ്ങൾ ചിരിക്കാൻ തുടങ്ങി. അതെ, എൻ്റെ ഇന്ന് ഫസ്റ്റ് ഡേ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞങ്ങള് 1 വീക്ക് ലാഗ് ആണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ക്ലാസ് തുടങ്ങി, നമ്മൾ ഈ തിങ്കളാഴ്ചയാണ് ജോയിൻ ചെയ്യണത്. ഞാനും ജുമാനിയും ഹന്നയും ഫാത്തിമയും ഓൾറെഡി ജോയിൻ ചെയ്തു. നമുക്കറിയില്ല വാട്ട് വെയിറ്റ്സ് ടുഡേ. നമുക്ക് ഫാത്തിമയും ഹന്നയും പറഞ്ഞിട്ടുള്ളത് പുതിയ സാറുമാരാണ്, പുതിയ ടീച്ചേഴ്സ് ആണെന്നൊക്കെയാണ്, പുതിയ സബ്ജക്ട്സ്. സെക്കൻഡ് സെമ്മത്തെ മാർക്ക് ഷീറ്റും കൂടി കിട്ടും ഇന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ റിസൾട്ട് കാണാം. എന്റെയും ജുമാനിന്റെയും റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ശരിയല്ലേ? ഞാൻ ഏകദേശം ഒരു 2-2.5 മാസത്തിന് ശേഷമാണ് ഇപ്പൊ തിരിച്ച് പിന്നെയും ജാമ്യയിലോട്ട് പോകുന്നത്. ഓൾറെഡി കണ്ട മുഖങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മുടെ സീനിയേഴ്സ് ആരും ഉണ്ടാവില്ല. ഇനി പുതിയ കുട്ടികളായിരിക്കും, ജൂനിയേഴ്സ്. സങ്കടം ഉണ്ടോ ഹന്ന? ഇല്ല. ഹന്ന ഫുള്ള് ഇബിനിസിനേല് കോപ്പിറൈറ്റ് അടിക്കൂട്ടോ. പറയൂ, 2 വാക്ക് പറയൂ. ഒരു പുതിയൊരു പറഞ്ഞില്ല, ന്യൂസ് ആൻഡ് ന്യൂമീന്ന് വേറെ എന്തെങ്കിലും ഇല്ല. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഹന്ന ഉണ്ടാക്കിയ പുട്ടും പിന്നെ ജുമാന നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മീൻ അച്ചാറുമാണ്. പിന്നെ കട്ടൻ ചായ ഉണ്ട്. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നു, നമ്മളിപ്പോ പുതിയ വീട്ടിലാണ് ഉള്ളത്. നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ കണ്ട വീടല്ല, ഇത് പുതിയ വീടാണ്. ഹാജി ഇത് പുതിയ വീടാണ്. ഞാൻ ഹോം ടൂർ വേറെ ചെയ്യാൻ നമ്മൾ ഇവിടെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഹോം ടൂർ വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. കുറേ ദിവസത്തിന് ശേഷമാണ് റിക്ഷയിലൊക്കെ ഇരിക്കുന്നത്. ഇവിടെ ഒരു മഴക്കാലമാണ്, നല്ല കുറച്ച് മഴ പെയ്യുന്നുണ്ട്, കാണാൻ പറ്റും. ഇവിടെ ഗഫാറൊക്കെ ഫുൾ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണെന്നാണ് കേട്ടത്. ഹാജിയിൽ അത്ര വെള്ളമില്ല. ഹാജിന്ന് ജാമ്യയിലോട്ട് കുറച്ച് നടക്കാനുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ റിക്ഷ എടുത്തിട്ടുള്ളത്. പക്ഷേ വേറൊരു കാര്യം എന്താ വെച്ചാൽ റിക്ഷ എടുത്ത് നന്നായി, കാരണം നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പോകുന്ന വഴി മൊത്തം ചളിവെള്ളം. ഡ്രെയിനേജ് ശരിക്കും ഡൽഹിയിൽ പ്രോപ്പർ അല്ല. ഭാഗ്യത്തിന് നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ടൊന്നുമില്ല, നടക്കാൻ സുഖം തന്നെയാണ്. ചില സ്ഥലത്ത് മാത്രമാണ് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നും കണ്ട, നമ്മൾ ഇങ്ങോട്ട് റോട്ടിക്ക് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ വെള്ളമില്ല. അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി എത്തിയിരിക്കുകയാണ്. ഞാനൊരു 2-2.5 മാസത്തിന് ശേഷമാണ് പിന്നെയും ജാമ്യയിലോട്ട് വരുന്നത്. ഞാനും ജുമാനയും, എൻ്റെ ജുമാനേൻ്റെ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് സെക്കൻഡ് ഇയർ ആണ്. നമ്മൾ കുറച്ച് എക്സൈറ്റഡ് ആണ്, എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നൊക്കെ മൈൻഡൊക്കെ ഫുൾ സെറ്റാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റിക്ക്. നാഷണൽ ആൻറ്റി റാഗിങ് ഡേൻ്റെ ഒരു ബാനറൊക്കെ ഉണ്ട് അവിടെ. ബാഗിൽ കുടയുണ്ടായിട്ടും അത് എടുക്കാൻ പഠിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. നേരെ പോയാൽ സെൻട്രൽ ക്യാൻറ്റീൻ എത്തും, മാത്സ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൈക്കോളജിയിലാണ്. പോകുന്ന വഴി കുറച്ച് ഗാർഡനിങ് പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ന്യൂസം ന്യൂമി ഹന്ന മുമ്പിൽ പോകുന്നുണ്ട്. ഇതാണ് ഹന്നൻ്റെ മോട്ടോ. ഡിപ്പാർട്ട്മെൻറ്റിൽ കയറാം. അങ്ങനെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജാമിയ മില്ലിയ ഇസ്ലാമിയിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഡേ ഇൻ മൈ കോളേജ് ലൈഫ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫസ്റ്റ് ഇയർ നമ്മൾ വേറെ ക്ലാസ്സിലായിരുന്നു, ഇപ്പോൾ നമ്മൾ വേറെ ക്ലാസ്സിലാണ്. സീനിയേഴ്സായി ലെവലപ്പായി. ഹന്നൻ്റെ നടത്തത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരും പുതിയ ബുക്കൊക്കെ മേടിച്ച് ഭയങ്കര ആവേശത്തിൽ നോട്ട്സൊക്കെ എഴുതുന്നുണ്ട്. ഇത് ക്ലാസ് നോട്ട്സ് ആണ്. കഴിഞ്ഞ സെമിനേക്കാളും ഈ സെമ് കുറച്ചും കൂടി ഈസിയാണ്. സിലബസ് ഒക്കെ കുറച്ച് നല്ല ലൈറ്റാണ് നമുക്ക് തോന്നി. നീരു ഒരു ഓഫീസിലാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എല്ലാവരും ഹായ് ഹോയ് എന്ന് പറയുന്നത്. ഒപ്പം പുതിയ ക്ലാസ് സെയിം ഫ്രണ്ട്സ് ആണ്. എല്ലാവരും വിശേഷം ചോദിക്കലാണ്, കുറേ ദിവസമായി കണ്ടിട്ട്. മാർക്ക് ഷീറ്റ് സെക്കൻഡ് സെമസ്റ്ററിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡ് ഇത് ഹനൻ്റെയാണ്. നീരുവിന് 9.36 ഉണ്ട്. ഇനി നമുക്ക് CBCS ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ടാലന്റ് മാനേജ്മെന്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം. നമ്മൾ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് ഇനി പോയിക്കൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ദൂരമൊന്നുമില്ല, ഓപ്പോസിറ്റ് ബിൽഡിംഗ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ചൂസ് ചെയ്തതും. ചില CBCS പേപ്പറൊക്കെ വേറെ ഗേറ്റിൽ തന്നെ പോകണം, അപ്പോൾ കുറച്ച് ടാസ്ക് ആണ്. ഇനി CBCS പേപ്പർ കഴിഞ്ഞ് നമുക്ക് വേറെ ക്ലാസ്സസ് ഉണ്ട് സൈക്കോളജിയിൽ. അതിന് മുമ്പ് സൈക്കോളജി ക്ലാസ്, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഓവർ റിസ്ക് എടുക്കേണ്ട ഹ്യൂമൻ റിസോഴ്സ് തന്നെ എടുത്തു. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഓർഗനൈസേഷണൽ സൈക്കോളജിയൊക്കെ, അപ്പോൾ ഞാൻ ഇതന്നെ ഓപ്റ്റ് ചെയ്തു. നമ്മുടെ CBCS ക്ലാസ് കഴിഞ്ഞു. ഹന്ന കഴിഞ്ഞ സെമ്മിൽ ഹന്ന വന്നിട്ട്
സൂഫീസ് ആയിരുന്നു. ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. നല്ല ക്ലാസ് ആയിരുന്നില്ലേ? നല്ല പുതിയൊരു ടീച്ചർ, നല്ലൊരു മിസ്. വിളിക്കാൻ പോയപ്പോൾ സ്റ്റുഡന്റ് ഞാൻ ഹായ് മെസ്സേജ്. മഴക്കാലത്തിലെ മഴ പെയ്തൊരു ജാമ്യ എങ്ങനെ ഉണ്ടാവുക? മഴ പെയ്ത് ജാമ്യ അല്ല, മഴ പെയ്താൽ ജാമ്യ വെള്ളം കേറിയാലും മുങ്ങൂട്ടോ. അതാ മഴ പെയ്യുന്നുണ്ട്. നമുക്ക് വേഗം ഫുഡ് കഴിക്കാൻ പോവാം. ഫസ്റ്റ് ഡേ തന്നെ മഴ പെയ്തു. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ മഴയൊക്കെ കൊണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ മഴയുണ്ടായിരുന്നില്ല, പക്ഷെ തിരിച്ചു വരുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ശക്തമായി തന്നെ മഴ പെയ്യുണ്ടായിരുന്നു. നമ്മൾ മഴ പെയ്യുന്നത് നോക്കി ഇങ്ങനെ ജാമ്യ ഇങ്ങനെ ആസ്വദിച്ച് നമ്മളിങ്ങനെ അവിടെ നിന്നു. അതാ കാണുന്നതാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ അതൊക്കെ ഒരു മുറിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ മാറ്റങ്ങളുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, എല്ലാവരും നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശരി ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. നേരെ കാണുന്നതാണ് സെൻട്രൽ ക്യാൻറ്റീൻ. നിങ്ങൾ കുറേ എൻ്റെ ഇതിന് മുമ്പത്തെ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. CC എന്നാണ് നമ്മൾ ഷോർട്ടാക്കി പറയാം. മഴയൊക്കെ പെയ്ത് എല്ലാവരും കയറി നിൽക്കുകയാണ്. ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതായി ചോദ്യം. കാരണം ഉള്ളിൽ ഫുൾ റഷാണ്. അതിൻ്റെ ഉള്ളിൽ CCൻ്റെ ഉള്ളിൽ മൊത്തം റഷാണ്. പിന്നെ എങ്ങനെ ഫുഡ് മേടിക്കും, എവിടെ ഇരുന്ന് കഴിക്കും, മൊത്തത്തിലൊരു ചളിവിളായിരുന്നു. ആക്ച്വലി റെയിൻ ഈസ് ബ്യൂട്ടിഫുൾ. പക്ഷേ ചില സമയത്ത് നമുക്കൊരു ഇടങ്ങേറൊക്കെ ഉണ്ടാവും. നമ്മളിനി എവിടെ നിന്ന് ഫുഡ് കഴിക്കും, അങ്ങനെ ഒരു ചോദ്യചിഹ്നമായി. ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്, അതിന് കയറണം. ഇതാണ് CCൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ടോക്കൺ മേടിക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഫുഡ് തരാം. ഇതാണ് നമ്മുടെ. എത്ര രൂപയാണ് ചുമ്മാനത്തിന്? 60 രൂപയാണ്. ചിക്കൻ കറി, ചോറ്, പിന്നെ ചപ്പാത്തി ഒരു ഐറ്റം ഉണ്ടാവും. എൻ്റെത് അവിടെ ഉണ്ട്, നമുക്ക് പോവാം. ഗേൾസ് റൂമിൽ വന്നിരിക്കുകയാണ്. അന്നദ സാൻഡ്വിച്ചാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലാസ്സും കൂടി ഉണ്ട്, സൈക്കോളജി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് അതിന് വേണ്ടി പോവാണ്. ഗേൾസ് റൂമിൽ നിന്ന് മേലെ നിന്ന് നോക്കിയാൽ താഴത്തേക്കുള്ള ഒരു സെൻട്രൽ ക്യാൻറ്റീൻ വ്യൂ ആണിത്. ഇവിടെ ഫുൾ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ മഴയ്ക്കൊരു ശമനമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ജാമിയ മിലിയ ഇസ്ലാമിയത്തെ റീഡിംഗ് റൂമാണ്. ജാമിയൻ്റെ ഒരു പ്ലസ് പോയിന്റ്, അല്ലെങ്കിൽ ജാമിയുടെ ഒരു അഹങ്കാരം തന്നെ പറയാൻ പറ്റുന്ന ഒരു ഹോളാണ് റീഡിംഗ് ഹാൾ എന്ന് പറയുന്നത്. ഇബ്നു സിന ബ്ലോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങളുടെ PGയിൽ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കാനൊന്നും ഫെസിലിറ്റീസ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രാത്രി 12 മണി വരെ ഇവിടെ ഇരുന്ന് പഠിക്കാന്നുള്ള അതൊരു ഹൈലൈറ്റ് ആണ്. പിന്നെ എക്സാംസ് ആണെങ്കിൽ 2 മണി വരെ ഓപ്പൺ ആണ്. പിന്നെ കയറുന്ന സമയത്ത് നമ്മുടെ ID കാർഡ് കാണിക്കണം. ഞാൻ ID കാർഡ് കാണിച്ചിട്ടാണ് കയറിയിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാം എത്ര ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഇൻഡിവിജ്വൽ സ്പേസ് തന്നെ ഉണ്ട്. പിന്നെ ചാർജിങ് പോയിന്റ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ ബുക്ക് വെക്കാം, ലാപ്പ് വെക്കാം. അപ്പോൾ കുറച്ചൊക്കെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്ട്രീം ചൂടൊക്കെ വരുമ്പോൾ നമ്മൾ ഓടി വന്നിരിക്കുന്ന ഒരു പ്ലേസും കൂടിയാണ് ഇബ്നു സിന. ഇനി നമുക്ക് തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാം, കാരണം എനിക്ക് ഇനി ഒരു ക്ലാസ്സും കൂടി ബാക്കിയുണ്ട്. ഞാനുണ്ട് നമ്മുടെ ഒപ്പം. പുതിയ സെമ്മിൽ പുതിയ ഹെയർ സ്റ്റൈലാണ്. ഇത് പഴയ ആൾ തന്നെയാണ്. നജയുണ്ട്. ബർസ എവിടെ? ഉറക്കമാണ് സാറേ ഇവരുടെ മെയിൻ. ഫാത്തിമ അപ്പം ഇങ്ങനെ തംസപ്പ് കാണിക്കണമെന്നൊക്കെ ഉള്ളൂ. ഇതിനപ്പുറം ഉറക്കായിരുന്നു ഫാത്തിമയും. ഇതൊക്കെ ഒരു ക്ലാസ് കഴിഞ്ഞതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. ക്ലാസ് കഴിഞ്ഞു. ഇതാണ് ഫസ്റ്റ് ഡേ. നീരു ഒരു ബായ് പറയോ വ്യൂവേഴ്സിന്? ഹായ് അസ്ര. പുതിയ ആൾക്കാരാണ് ജാമിയയിലെ. വെൽക്കം ടു ജാമിയ. നമ്മുടെ പഴയ ആളാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഇനി തിരിച്ച് റൂമിൽ പോവാണ്. ഇത് 8 നമ്പർ ഗേറ്റിന്റെ ഫ്രണ്ടിലുള്ള ഒരു കാഴ്ചയാണ്. പൊതുവേ ഈ ഗേറ്റ് ഓപ്പൺ ആക്കാറില്ല. എൻ്റെ മുമ്പത്തെ വ്ളോഗ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗേറ്റ് പൊതുവെ ഓപ്പൺ ആക്കാറില്ല. ആ ഒരു വേണ്ട് അതിലൂടെ നമ്മൾ പോവല്. പരമാവധി ഞാൻ ഈ ഒരു വ്ളോഗിൽ ഗുഡ് ആൻഡ് ബാഡ് സൈഡ് ഓഫ് ഡൽഹി, ഗുഡ് ആൻഡ് ബാഡ് സൈഡ് ഓഫ് ജാമിയ എല്ലാം ഞാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഡൽഹി ഈസ് നോട്ട് ഫോർ എവരി വൺ. ടു ബി ഓണസ്റ്റ്, എല്ലാവർക്കും ഡൽഹി പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി ഫുൾ വെള്ളമാണ്, മുട്ടുവരെ വെള്ളം. അപ്പോൾ എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ജാമ്യയിലോട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഒക്കെ റെഡി ആക്കിയിട്ട് വേണം വരാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക.